യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി പറഞ്ഞേ. യേശുവേ സ്തുതി. അല്പം കൂടെ സ്വരത്തിൽ പറയാവോ? യേശുവേ സ്തുതി. എൻ്റെ പേര് ജസ്റ്റിൻ. ഞാൻ കടുത്തുരുത്തിയിൽ നിന്ന് വരുന്നു. ഞാൻ 10ാം ക്ലാസ് മുതലേ അന്തോണീസുന്നയാളിനോട് ഉള്ള മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ വരുമായിരുന്നോ മോനെ? നീ ഇല്ല, ഇവിടെ വന്നിട്ടില്ല. മധ്യസ്ഥ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന കിട്ടിയത് അമ്മ കൊണ്ടുതന്ന. അമ്മ വന്ന് പറഞ്ഞത് അമ്മമാരുടെ പ്രാർത്ഥന മക്കളുടെ അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ. എന്റെ അമ്മേന്റെ അമ്മ ഇങ്ങ് വന്നേ. അമ്മ പറഞ്ഞു അമ്മ ഇങ്ങ് കയറിപ്പോരെ, ഓടിവാ. അമ്മ കൊണ്ടുവന്ന മാധ്യസ്ഥ പ്രാർത്ഥന പേപ്പർ വെച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. നീ ഒരു ഭാഗ്യമുള്ളൊരു മകനാ. എന്നാലും ഒരു പ്രാർത്ഥനയുള്ള അമ്മയുടെ മകൻ ഒരു ഭാഗ്യമുള്ള മകനാ. ഞാൻ 10ാം ക്ലാസ്സിൽ അത്ര നന്നായിട്ട് പഠിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നല്ല മാർക്കോടെ തന്നെ പാസ്സായി. പഠിക്കത്തൊന്നുമില്ല, എന്നാലും നല്ല മാർക്ക് കിട്ടി. ഇല്ല, ഞാൻ സ്പോർട്സിലായിരുന്നു. അപ്പം സ്പോർട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും നടക്കുന്ന കാരണം പഠിക്കാനൊന്നും ക്ലാസ്സിൽ കയറാറേ ഇല്ലായിരുന്നു. അതൊക്കെ അമ്മയ്ക്ക് അറിയാവോ? ക്ലാസ്സിൽ കയറത്തില്ലെന്നൊക്കെ? ക്ലാസ്സിലേക്ക് അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ ഒന്നും പറയണില്ല. പോട്ടെ, പറഞ്ഞു. എന്താണേലും എക്സാം വന്ന് പരീക്ഷയൊക്കെ എഴുതി പാസ്സായി. ഞാൻ നല്ല മാർക്ക് കിട്ടി. അത്യാവശ്യം ആവറേജ് മാർക്ക് ഉണ്ടായിരുന്നു. ഭയങ്കര എബോവ് ആവറേജും അല്ല, എന്നാൽ തീരെ അത്ര മോശമൊന്നുമല്ല. +1 +2 അതുപോലെ തന്നെ പോയി. ഞാൻ +2 ഒക്കെ കഴിഞ്ഞപ്പം പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു. അന്തോണീസുന്നയാളിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചെല്ലും. പ്രാർത്ഥനയൊക്കെ ഉള്ളിലുണ്ട്. പിന്നെ തോന്നി തുടങ്ങി പ്രാർത്ഥന. അന്നേരം എനിക്ക് പ്രാർത്ഥനയൊന്നും വലിയ കാര്യമില്ല, നമ്മള് പ്രവൃത്തിയിലാണ് കാര്യം, അങ്ങനെ ആ ചിന്തയില് ഡിഗ്രിക്ക് വന്നു. ഡിഗ്രിയും നല്ല മാർക്കോടെ തന്നെ പാസ്സായി. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അതുകൊണ്ട് മുടക്കൊണ്ടായില്ല അല്ലേ? അമ്മ പ്രാർത്ഥിക്കായിരുന്നു. അപ്പം അമ്മയെ അമ്മ എങ്ങനെ ഇവരെങ്ങനെയായിരുന്നു? ഈ പറയുന്നതൊക്കെ ശരിയാണ്. ജസ്റ്റിന്റെ കാര്യം പറഞ്ഞേ. നല്ല മുട്ടാളനായിരുന്നു. നീ അത് അമ്മയെ കൊണ്ടുവരാഞ്ഞാല് ഇങ്ങനത്തെ വർത്താനം ഇവിടെ വന്നിട്ട് പറയും. അതുകൊണ്ടല്ലേ. എന്നിട്ട് എങ്ങനെ ഇതിനെ കുഞ്ഞാടാക്കി മാറ്റി അമ്മയെ? ഡിഗ്രി ഒക്കെ നല്ല മാർക്ക് കിട്ടി. +2 നല്ല മാർക്കായിരുന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞ് B2 ജർമ്മൻ അതും പാസ്സായി. അപ്പൊ നല്ല ബുദ്ധിമാനാ. ഇനി ബാക്കി പറയാന്ന് പറയുന്നു. പറഞ്ഞോ. ജർമ്മന്റെ സാക്ഷ്യമാണ് ഞാൻ പറയാൻ വന്നത്. ഞാൻ ജർമ്മൻ ആദ്യമേ എനിക്ക് ഡേറ്റ് എടുക്കാന്നൊക്കെ നോക്കിയിട്ടൊന്നും ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ജർമ്മനൊക്കെ പഠിക്കാൻ പോയി. ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള സ്ട്രെസ്സുകൾ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയത്തില്ല. അപ്പം ഞാൻ ഫോണിൽ കൂടി പറയുന്നത് കേട്ടിട്ട് അമ്മ 9 ദിവസം ഇവിടെ വന്ന് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നത് കേട്ടിട്ട് ഡേറ്റ് കിട്ടുന്നില്ല, എങ്ങനെ പരീക്ഷ എഴുതും, പരീക്ഷ എഴുതി പാസ്സായിട്ട് ഞാൻ വീട്ടിലൊന്നും പറയാറില്ലായിരുന്നു. കാരണം വീട്ടിലെല്ലാവരും വിഷമിക്കും. ഇവര് സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എക്സ്ട്രാ സ്ട്രെസ്. ഞാനൊന്നും പറയാറില്ലായിരുന്നു. അപ്പം ഒരു ദിവസം അമ്മ ഇങ്ങനെ ഞാൻ ഫോണിൽ പറയുന്നത് കേട്ടിട്ട് അമ്മ എന്നോട് ഇങ്ങനെ ഒന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല. എന്നിട്ട് പിന്നെ അമ്മ ഇവിടെ 9 ഞാൻ പിന്നെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് കയറിയായിരുന്നു ആ സമയത്ത്, ജർമ്മൻ പഠിച്ചെടുത്ത് തന്നെ. അപ്പം അവിടുന്ന് ഞാൻ അങ്ങോട്ട് പാലക്കാടിന് പോയ സമയത്ത് അമ്മ ഇവിടെ വന്ന് 9 ദിവസം 9 ദിവസം നൊവേന കൂടി പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിച്ചു. 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും 33 വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. മുടങ്ങാതെ 9 ആഴ്ച വന്ന് നൊവേനയും കൂടി. അതിനുശേഷം പിന്നെ എനിക്ക് വലിയ ദൈവവിശ്വാസമൊക്കെ വന്നു തുടങ്ങി. ഒരു പ്രയോജനവും ഇല്ല, ചുമ്മാ നടന്നു. അങ്ങനെ തോന്നി തുടങ്ങി. ദൈവം ഉണ്ടെന്നൊക്കെ പതുക്കെ ഒരു തോന്നലിങ്ങനെ. ഇതാണ് ദൈവത്തിന്റെ വഴികൾ മക്കളെ. പിന്നെ മാതാവിന് എന്നും എല്ലാ ദിവസവും പിന്നെ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തൊരു കൊന്തയെല്ലാം തുടങ്ങി. കൊന്തമായിട്ട് നോക്കി ആരും പറയാതെ അതൊക്കെ മക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ കൊന്തെടുത്ത് കൊന്തയെല്ലാം തുടങ്ങി. ഞാൻ കൊന്തയെല്ലാം തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോക്കേണ്ടി വന്നിട്ടില്ല. ഒന്നിനും ഞാൻ പുറകോട്ട് നോക്കിയിട്ടില്ല. പിന്നോട്ട് നോക്കേണ്ടി വരും. അമ്മയുടെ ജപമാല ആരുടെയൊക്കെ കയ്യിലുണ്ടോ അവർക്ക് പിന്നീട് ഒരിക്കലും പിന്നോട്ട് നോക്കേണ്ടി വരില്ല. ഹല്ലേലൂയാ. ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ തലവേദന കൂടി മാറി. അതുകൂടി കഴിഞ്ഞപ്പം നമ്മുടെ ജോലി പോകുന്ന തോന്നുന്നത് കേട്ടോ. രോഗിയെ സുഖപ്പെടുത്തിയെന്ന് സംഭവിക്കും. നിന്റെ ഉള്ളിലൊരു തീ ഉണ്ടെങ്കിൽ ആ തീ കൊണ്ട് മറ്റൊരാളെ പ്രകാശിപ്പിക്കാൻ നിനക്ക് പറ്റും. ഹല്ലേലൂയാ. ഇതൊരു ധൈര്യമാണ്. അതൊക്കെ ഇവിടെ കേൾന്ന് പറയണമെങ്കിലേ അത് പരിശുദ്ധാത്മാവ് വേണം. പറഞ്ഞോ.
എൻ്റെ കസിൻസൊക്കെ പിന്നെ എന്നെ ഇനി പ്രാർത്ഥനയ്ക്ക് വിളിച്ച ജസ്റ്റിന് ജർമ്മനിക്ക് പോകുന്നവർ ഇവിടെ പോരും, നമ്മളൊക്കെ ഒരു സഹായമാണ് ഇങ്ങനെ. ഇപ്പൊ എഡ്യൂനച്ഛനൊക്കെ നിന്ന് പ്രാർത്ഥിക്കും. അതുപോലെ നമുക്കൊരു ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു അച്ചങ്കെട്ടുണ്ടല്ലേ, ചെറിയൊരു അച്ചങ്കെട്ടില്ലേ, ഇതേ ചേച്ചി കൈയടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഉടുപ്പൊക്കെ ഞാൻ തയ്പ്പിച്ച് കൊടുക്കാൻ പോകാം. നമുക്ക് അന്തോണീസ് കൂടെയാണ് ഒരു ഉടുപ്പ് തയ്പ്പിച്ച് ജസ്റ്റിന് കൊടുക്കാം. ഹല്ലേലൂയ. ആഞ്ഞ് പിടിച്ച അച്ഛനാകുമെന്നൊക്കെ എനിക്കറിയാം. ആഞ്ഞൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കണോ ജസ്റ്റിനെ? അത്ര വിശുദ്ധിയൊന്നുമില്ല. അതൊക്കെ ദൈവമല്ലടാ കൂട്ടാ തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. അതിനുശേഷം എന്താണെങ്കിലും ഞാൻ B2 എക്സാം എഴുതി. B2 എക്സാം ഇവിടെ വന്ന് ഞാൻ കുർബാനയ്ക്ക് പൈസ തന്നിട്ട് പോയി കുർബാന എഴുതി. കുർബാന ഇവിടുന്ന് കൂടിയിട്ടാണ് പോയത്. പരീക്ഷ എഴുതി പരീക്ഷ പാസ്സായി. B2 പാസ്സായി. ഒറ്റ എഴുത്തിലല്ല, ഞാൻ 3 തവണ എഴുതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് ഇച്ചിരി കുഴപ്പമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഏജൻസിയിൽ കൊണ്ടുപോയി പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്തു പോകാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ കട്ടപ്പനയിൽ വർക്ക് ചെയ്യുക. കട്ടപ്പനയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുത്തു, പൈസയൊക്കെ കൊടുത്തു, എല്ലാം റെഡിയാക്കിയിട്ടിരുന്നു. അവർ ജനുവരി മുതൽ ഈ കഴിഞ്ഞ മെയ് വരെ അവർ ലാഗടിപ്പിച്ച് അതൊന്നും നടന്നില്ല. ലാസ്റ്റ് ഞാൻ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി പൈസ മുഴുവൻ തിരിച്ചു മേടിച്ച് വേറൊരു ഏജൻസി കൊണ്ടുപോയി കൊടുത്തു. അവരെൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപ അടിച്ച്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചുമ്മാ സംസാരിച്ച് ഞാൻ ഒത്തിരി മാതാവിനോട് പ്രാർത്ഥിച്ച് ലാസ്റ്റ് ഒരു ഏജൻസി കൊണ്ടുപോയി കൊടുത്തു. അവരിപ്പോൾ എനിക്ക് റെഡിയാക്കി. ഈ സെപ്റ്റംബറിൽ എനിക്ക് ജർമ്മനിക്ക് പോകാനുള്ളതായിട്ടുണ്ട്. ഈ മാസം പഠിക്കാനായിട്ട് സ്റ്റുഡൻറ് വിസയാണ്. എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വേറെയും പറയാനുണ്ട്. പക്ഷെ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആർക്കും പറയാൻ പറ്റത്തില്ല. കൈയടിച്ച് കർത്താവിന് യോഹന്നാൻ സുവിശേഷം എഴുതി തീർക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞാൽ ഇനിയും തരുത്. നമുക്ക് ജസ്റ്റിൻ പറയാം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കുക. ഹല്ലേലൂയ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കൂട്ടാ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ മേലുണ്ടാവട്ടെ. നീ ഒരു വലിയ കൃപയായും അഭിഷേകമായിട്ട് നീ അനേകർക്ക് സാക്ഷിയായിട്ട് മാറട്ടെ. നിന്റെ ജീവിതത്തെ കർത്താവ് പഠനവും ഭാവിയും മേഖലകളും ജോലി മേഖലകളെല്ലാം കർത്താവിന് ഷബരാനത്താഹബാര മേ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഷബരാനത്താഹബാരാഹിരാഹിര. ഹല്ലേലൂയ. കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ